കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച തീരുമാനമായിരുന്നു സ്വാശ്രയ മേഖലകളിൽ കോളേജുകൾക്ക് അനുമതി കൊടുക്കുക എന്നത്. തുടക്കകാലത്ത് 2000-ൻ്റെ തുടക്കകാലത്ത് അല്ലെങ്കിൽ 2010 വരെയൊക്കെ അത് അതിൻ്റെ പാരമ്യത്തിലായിരുന്നു. സ്വാശ്രയ കോളേജുകളിലേക്ക് കുട്ടികൾ ഇരച്ചു കയറി. ഫീസ് കൊടുത്ത് പഠിക്കണമെങ്കിലും നല്ല വൃത്തിയുള്ള അന്തരീക്ഷം ലഭിക്കും എന്നുള്ള സാഹചര്യം മുൻനിർത്തി, അച്ചടക്കവും ഉണ്ടാകുമെന്നുള്ള സാഹചര്യം മുൻനിർത്തി മാതാപിതാക്കളും ഇതിനെ പരിപോഷിപ്പിച്ചു. എന്നാൽ ഇന്ന് എന്താണ് സ്വാശ്രയ കോളേജുകളുടെ അവസ്ഥ? ഉയർച്ച മേൽപോട്ടോ അതോ താഴ്പോട്ടോ? താഴോട്ടാണെന്ന് കൃത്യമായി പറയേണ്ടി വരും. 1473 അഫിലിയേറ്റഡ് കോളേജുകളാണ് കേരളത്തിലുള്ളത്. ഇതിൽ 989 എണ്ണവും സ്വാശ്രയ മേഖലകളിലാണ്. ഇതിൽ മെഡിക്കൽ കോളേജുകളുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുണ്ട്. ഇപ്പോൾ സ്വാശ്രയ കോളേജുകളിലേക്ക് വിദ്യാർത്ഥികളാരും എത്തുന്നില്ല എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, നിരവധി കോളേജുകൾ പൂട്ടിപ്പോയി. കഴിഞ്ഞ 9 വർഷത്തിനിടെ 33 കോളേജുകളാണ് പൂട്ടിപ്പോയത്. കഴിഞ്ഞ വർഷം മാത്രം 14 കോളേജുകൾ കേരളത്തിൽ പൂട്ടി. എന്താണ് ഇതിന് കാരണം? മറ്റൊന്നുമല്ല, പരമ്പരാഗത കോഴ്സുകളിലേക്കുള്ള വിദ്യാർത്ഥികൾ തിരിഞ്ഞു നോക്കാതെ ഇരിക്കുന്നതാണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം. പിന്നെ ഉയർന്ന ഫീസും. കഴിഞ്ഞ വർഷം എഞ്ചിനീയറിംഗ് കോളേജിൽ 10 കുട്ടികളെ തികച്ചു കിട്ടിയത് വെറും 30 കോളേജുകൾക്കാണ്. അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്രമാത്രം കൊഴിഞ്ഞുപോക്ക് ഉണ്ട് എന്നുള്ളത്. കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ചിട്ടാണെങ്കിൽ കേരളത്തിലെ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിൽ 30,000-ലധികം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. എന്താണ് ഇതിൻ്റെ ഫലമായി ഉണ്ടാവുന്നത്? അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ പൈസയില്ല. വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുമ്പോൾ ഫീസ് കുത്തനെ ഉയർത്തേണ്ടി വരും. അത് വീണ്ടും കൊഴിഞ്ഞുപോക്കിന് കാരണമാവുന്നുണ്ട്. കുട്ടികൾക്ക് BA, BSc സയൻസ് വിഷയങ്ങളിലൊന്നും വലിയ താല്പര്യങ്ങളില്ല ഇപ്പോൾ. നേരത്തെ മിനിമം ബിരുദമെങ്കിലും കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഉന്നത വിദ്യാഭ്യാസം എന്ന രീതിയിൽ വിദ്യാർത്ഥികൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറിയിരുന്നത്. എന്നാൽ ഇന്ന് സ്ഥിതി വ്യത്യസ്തമാണ്. +2 കഴിയുന്ന പാടെ തന്നെ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുന്നു. മാത്രമല്ല, BA, BSc തുടങ്ങിയ പരമ്പരാഗത കോഴ്സുകളോട് പാടെ മുഖം തിരിക്കുന്നു. കുറച്ചെങ്കിലും കുട്ടികൾ എത്തുന്നുണ്ടെങ്കിൽ അത് കൊമേഴ്സിനും ബിസിനസ് അഡ്മിനിസ്ട്രേഷനും മാത്രമാണെന്ന് പറയേണ്ടി വരും. മറ്റ് കോഴ്സുകൾക്കൊന്നും ആവശ്യത്തിന് വിദ്യാർത്ഥികളില്ല. സ്വാശ്രയ കോളേജ് നടത്തിക്കൊണ്ടുവന്ന അതിൻ്റെ ഉടമ ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തയെ നമ്മൾ കേട്ടിട്ട് അധികം കാലമായിട്ടില്ല. ഒരു തരത്തിലും അടുക്കാൻ പറ്റാത്ത രീതിയിൽ വിദ്യാർത്ഥികളുടെ തള്ളിക്കയറ്റമുണ്ടായിരുന്ന കോളേജുകൾ ഇന്നോ നാളെയോ പൂട്ടും എന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ക്ലാസ് മുറികൾ ഇന്ന് കാലിയായി കിടക്കുകയാണ്. കുട്ടികൾ 10 ആണെങ്കിലും 15 ആണെങ്കിലും 50 ആണെങ്കിലും അധ്യാപകരുടെ ശമ്പളവും അവരുടെ അധ്വാനത്തിനോ ഒരു കുറവും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആരാണ് ഈ സ്വാശ്രയ കോളേജുകളിലെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാർ? സർക്കാരാണെന്ന് പറയേണ്ടി വരും. യഥേഷ്ടം സ്വാശ്രയ കോളേജുകൾക്ക് അനുമതി കൊടുത്തു സർക്കാർ. അതിൻ്റെ പേരിൽ മാനേജ്മെൻറ്റിൽ നിന്ന് ആവശ്യത്തിലധികം പണവും എടുത്തു വാങ്ങി. മാത്രമല്ല, എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെ സർക്കാർ നൽകേണ്ട ഗ്രാൻറ്റുകൾ തടഞ്ഞു വച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാന സർക്കാർ ഇക്കണക്കിൽ മാത്രം സ്വാശ്രയ മാനേജ്മെൻറ്റിന് കൊടുക്കാനുള്ളത്. അതും അവരെ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് തള്ളിവിട്ടു. അടുത്ത 2-3 വർഷത്തിനുള്ളിൽ 50-ലധികം സ്വാശ്രയ കോളേജുകളാണ് പൂട്ടാൻ പോകുന്നത്. അതിൽ എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുണ്ട്. 2017-18 28,000 സീറ്റുകളാണ് ഒഴിഞ്ഞു കിടന്നതെങ്കിൽ 21-22 വർഷമായപ്പോഴത്തേക്കും അത് 19,000-ആയി കുറഞ്ഞു. കുറച്ചൊരു പുരോഗതി ഉണ്ടെന്ന് കരുതി. പക്ഷേ ഇപ്പോൾ അത് 30-ൻ്റെ മേലെ പോയി.
ഇങ്ങനെ വീണ്ടും വീണ്ടും വിദ്യാർത്ഥികൾ സ്വാശ്രയ കോളേജിനോട് മുഖം തിരിച്ചു കഴിഞ്ഞാൽ അധികം താമസിയാതെ കേരളം സ്വാശ്രയ കോളേജുകളിലൊരു ശവപ്പറമ്പായി മാറും. സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ തന്നെ വിദ്യാർത്ഥികൾ ആവശ്യത്തിനില്ല. അപ്പോൾ സ്വാശ്രയ മാനേജ്മെൻറ്റുകളുടെ അവസ്ഥ പറയാനുണ്ടോ? ഇതേപോലെ തന്നെ സ്വാശ്രയ മേഖലയിൽ വളരെ വലിയ വളർച്ച നേടിയ സംസ്ഥാനമാണ് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്. അവിടെ വിദ്യാർത്ഥികളെ കിട്ടാതെ വന്നതോടുകൂടി അവർ ഈ കോളേജുകളെല്ലാം കോഴി ഫാമുകളാക്കി മാറ്റി. ഇങ്ങനെ പോയാൽ വരും വർഷങ്ങളിൽ കേരളത്തിലെ സ്വാശ്രയ കോളേജുകളും കോഴി ഫാമായി മാറുന്ന കാലം വിദൂരമല്ല.